ഒന്നുകൂടി പറയണോ? സൈനിക് ഫൗജി, വിചിത്ര അനോഖ, ജമ ഇക്കട്ട, ഖൂൻ രക്ത, ഭയ ഡർ. ബേട്ട, ബേട്ട എന്നുള്ളത് നേരെ ഉണ്ട്. എന്താണ് ബേട്ട? പുത്ര അല്ലേ? ബേട്ട പറഞ്ഞ മകൻ, പുത്ര പുത്രൻ. ബുഡിയ വൃദ്ധ, ബുഡിയ എന്ന വൃദ്ധയായ സ്ത്രീയാണ് നമ്മൾ ബുഡിയ എന്ന് പറയുന്നത്. ബുഡിയ വൃദ്ധ. ലാസ്റ്റ് വൺ. ദണ്ഡ് സജ ശിക്ഷ, ദണ്ഡ് സജ ശിക്ഷ. മനുഷ്യ ആത്മീ, ലാസ്റ്റ് വൺ മനുഷ്യ ആത്മീ. 9 എണ്ണം ഉണ്ട് ടോട്ടല്. 9 ക്ലിയർ ആയോ? ആൻസർ മാറിയിട്ടൊന്നുമില്ലല്ലോ? മിസ് പറഞ്ഞത് ശ്രദ്ധിച്ചെഴുതിയിട്ടില്ലേ? എന്താണ്? ആരാ ഈ പറയുന്ന? പേര് പറഞ്ഞേ. ആരാണ് ഇങ്ങനെ പറഞ്ഞ? ഒന്നുകൂടി പറയുമ്പോ എന്താ പേര് പറ. അപ്പൊ ആരും മിണ്ടില്ല. എഴുതിയില്ലേ 9 എണ്ണം? യെസ്, മിസ് ഇത് ഗ്രൂപ്പിലിടും. അത് നോക്കിയിട്ട് എഴുതിയാ മതി. നെക്സ്റ്റ് സ്ത്രീലിംഗ ശബ്ദം ലിഖോ. സ്ത്രീലിംഗ ശബ്ദം എഴുതുക തന്നെ ഉണ്ട്. അവ പുല്ലിംഗമായിരിക്കും തന്നിട്ടുണ്ടാവുക. സ്ത്രീലിംഗത്തിൽ എഴുതാൻ. ഷംവിലെ എന്താ ലേറ്റ് ആയത്? ലേറ്റ് ആയത് എന്താടാ? ഇരുന്നോ? ഒരു സ്ഥലത്ത് ഇരുന്നേ. വൃദ്ധ എന്താണ് സ്ത്രീലിംഗ ശബ്ദം? വൃദ്ധ. വൃദ്ധ വൃദ്ധ. വൃദ്ധ വൃദ്ധ. പിതാ എന്താ അതിന്റെ സ്ത്രീലിംഗ ശബ്ദം? മാതാ. മാതാ. വെരി ഗുഡ്. മാതാ. പിതാ മാതാ. ബേട്ട ബേട്ടി. 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 ആ ബേട്ടി. ബേട്ട ബേട്ടി. നിങ്ങൾ ഇപ്പൊ ആ ബേട്ടീന്ന് വേണം. നിങ്ങൾ ഇപ്പൊ എഴുതാൻ നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ അവിടെ വെച്ചേക്ക്. ഞാൻ ഗ്രൂപ്പിലിടുമ്പോ ഒന്ന് ശ്രദ്ധിച്ച് എഴുതണം. എഴുതണേ. പിന്നെ അത് അടുത്ത മാസം എഴുതാൻ വെക്കരുത്. ഇപ്പൊ തന്നെ എഴുതണം. മിസ് അയച്ചെന്നാടോ. ബുദ്ധിമാൻ ബുദ്ധിമതി. ബുദ്ധിമാൻ ബുദ്ധിമതി. മതി എന്ന് പറയുമ്പോ താഴല്ലേ വേണ്ടേ? മായെഴുതിട്ട് ആ താഴ്ത്തി. ബുദ്ധിമതി. മഹാരാജ് മഹാറാണി. മഹാറാണി. മഹാരാജ് മഹാറാണി. नेक्स्ट है बूढ़ा बुढ़िया. बूढ़ा बुढ़िया. बूढ़ा बुढ़िया. नेक्स्ट है माली मालिन. माली मालिन.
മാലി മാലിൻ. മാലി മാലിൻ. മാലി എന്ന് പറഞ്ഞ തോട്ടക്കാരൻ, മാലിൽ നിന്ന് തോട്ടക്കാരി കേട്ടോ. ദേവപ്രിയാണ് ഡൗട്ട് ചോദിച്ചത് എന്നോട്, എന്താണ് മാലിൻ എന്ന് വെച്ചാല്. മാലി തോട്ടക്കാരനാണ് നമ്മൾ മാലി എന്ന് പറയാ, തോട്ടക്കാരി മാലിൻ. ഗുണവാൻ ഗുണവതി. എന്താ മോനെ സൂര്യദേവേ, എന്താ? പറയോ? ബൂഢ ബൂഢ വൃദ്ധ. അപ്പൊ ബുഢിയ, ബൂഢ വൃദ്ധൻ, ബുഢിയ വൃദ്ധ, ബുഢിയ. ഓക്കെ, അത് എഴുതാൻ കിട്ടുന്നില്ല എങ്കിൽ ഇപ്പൊ എഴുതണ്ട, ഞാൻ മിസ് ഇപ്പൊ ഗ്രൂപ്പിൽ അയച്ചിട്ട് അത് നോക്കി എഴുതിയാൽ മതി. പറയോ? ഏത് മോളെ? ലാസ്റ്റാ? ഗുണവാൻ ഗുണവതി. ഗുണവാൻ ഗുണവതി. ഇനി लास्ट कहानी में पहले क्या हुआ फिर क्या हुआ क्रम से लिखो. താഴെ ഓർഡർ തെറ്റിച്ചിട്ടാണ് ആ സ്റ്റോറി കൊടുത്തിരിക്കുന്നത്. സ്റ്റോറിയിലെ പ്രധാന സംഭവങ്ങളെ ഒരു 6 സെന്റൻസ് ഓർഡർ തെറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതിന്റെ മീനിങ് അനുസരിച്ച് 1 ഏതാണ്, 2 ഏതാണ്, 3 ഏതാണ് അങ്ങനെ താഴെ എഴുതണം. എവിടാ താഴെ? അവിടെ ഫില്ലിന്റെ ബ്ലാങ്ക്സ് കണ്ടോ? നിങ്ങളുടെ സ്ഥലം വിട്ട് കണ്ടോ? കണ്ടോ? ആ ലൈനിൽ നിങ്ങളെ എഴുതണം. പറ അബ്ദുൽ ബാസിദ്, പറഞ്ഞോളൂ. ഇവിടെ ഇടിയാണ്. ആ ഇടി ഇവിടെ ഉണ്ട് മോനെ, ഇടിയും മഴയും ഉണ്ട്. എല്ലാ ഭാഗത്തും ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ആ ഓക്കെ, വേഗം നോക്കാം, ഇപ്പൊ ക്ലാസ് കഴിയാറായി. നോക്ക്, കഹാനി മേ പഹ്ലെ ക്യാ ഹുവാ ഫിർ ക്യാ ഹുവാ ക്രമ സേ ലിഖോ. എന്താണ് ആദ്യം എന്തൊക്കെയുണ്ടെന്നുള്ള കാര്യം ക്രമത്തിൽ. അപ്പൊ മിസ് പറയുമ്പോൾ നമ്പർ 1 2 3 സൈഡിൽ ഇടുക, നമ്പർ 1 2 3 ഇടുക. ഇത് നിങ്ങൾ സമയം കിട്ടുമ്പോൾ നോക്കിയിട്ട് ആ താഴെ ലൈനിലേക്ക് നമ്പർ 1 ആ ഫസ്റ്റ് ലൈനിൽ എന്താണോ വേണ്ടത് അവിടെ 1 എഴുതുക, 2 അങ്ങനെ താഴെ ഓർഡർ ആക്കി എഴുതുക. ഇവിടെ ഫസ്റ്റ് വേണ്ടുന്നത് ഏതാണെന്നറിയോ? മൂന്നാമത്തതാണ്. എന്ത്? മഹാരാജ രൺജീത് സിംഗ് की सवारी निकल रही थी. महाराजा रणजीत सिंह की सवारी निकल रही थी. അതാണ് ഫസ്റ്റ്. എന്താണ്? ഒന്നുകൂടി പറയാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മൂന്നാമത്തെ സെന്റൻസ് ആണ് ആദ്യം വേണ്ടത്. ഫസ്റ്റ് നമ്പർ ഇടുക. 1 മഹാരാജ രൺജീത് സിംഗ് की सवारी निकल रही थी. മഹാരാജാവായ രൺജീത് സിംഗ് സവാരിക്കിറങ്ങി. അതാണ് കഥയിലെ ആദ്യ സെന്റൻസ്. ഫസ്റ്റ് നമ്പർ അവിടെ ഇട്ട് വെക്ക്, പിന്നെ സമയത്തോടെ എഴുത്. സെക്കൻഡ് മിസ് പറയുമ്പോ തന്നെ ഇട്ട് വെക്കണേ, പിന്നെ ആദ്യം വീണ്ടും പറയിപ്പിക്കരുത്. നിങ്ങൾ ആ സമയത്ത് എന്തൊക്കെ എഴുതുന്നോണ്ടാണ്. അവിടുത്തെ രണ്ടാമത്തെ ലൈൻ എന്താണ്? മഹാരാജിക്ക് മാധേ പർ ഏക് പത്തർ ലഗാ. അതാണ് രണ്ടാമത്തത്. മഹാരാജിക്ക് മാധേ പർ ഏക് പത്തർ ലഗാ. മഹാരാജാവിന്റെ നെറ്റിത്തടത്തിലെ ഒരു കല്ല് വീണു. മൂന്നാമത്തത് അഞ്ചാമത്തെ സെന്റൻസ് ഏതാണ്? സൈനികോനെ ബുഡിയാക്കോ പക്കഡ് ലിയ.
സൈനികോംനെ ബുഡിയാക്കോ പക്കഡ്ലിയ. ഇതെല്ലാം താഴെ ഓർഡർ ആക്കി എഴുതണേ ലൈനില്ലേ, താഴത്തെ ലൈനില്. എനിക്ക് അയച്ചു തരണം ഓരോരുത്തരും. അതായത് 13 ലെസൺ വരെ ക്വസ്റ്റ്യൻ ആൻസർ വേർഡ് മീനിങ് ഒക്കെ നിങ്ങളുടെ നോട്ടിലും ബാക്കിയുള്ളവ ടെക്സ്റ്റിലും 13 ലെസൺ വരെ നിങ്ങളുടെ നോട്ട് കംപ്ലീറ്റ് ആയിരിക്കണം. അത് പേരൻസ് ശ്രദ്ധിക്കണം. പേരൻസ് ഇന്ന് തന്നെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ മക്കളുടെ, അതായത് 4ാം ക്ലാസ്സിലെ മക്കളുടെ നോട്ട്, ഹിന്ദിയുടെ നോട്ട് 13ാമത്തെ ലെസൺ വരെ, 13 ലെസൺ വരെ നോട്ടും ടെക്സ്റ്റും കംപ്ലീറ്റ് ആയിട്ടുണ്ടോ ശ്രദ്ധിക്കുക. അല്ലാത്തവര് അത് എഴുതിയിട്ട് എവിടെയെങ്കിലും വിട്ടുപോയി ഏതെങ്കിലും ലെസൺ എഴുതാത്തവരുണ്ടെങ്കിൽ ഒന്ന് എന്നെ അറിയിക്കുക. ഏതെങ്കിലും ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും സെൻഡ് ചെയ്ത് തരാം. എത്രയും വേഗം നോട്ട് കംപ്ലീറ്റ് ആക്കണം, അതിന്റെ കൂടെ കോപ്പിയും. അപ്പൊ എല്ലാവരും പേരൻസ് കൂടി ഒന്ന് ശ്രദ്ധിക്കണം. മക്കൾ ഏതെങ്കിലും വിട്ടുപോയി, കാരണം എക്സാമിന്റെ ടൈം ആകുമ്പോൾ ചിലവർ വിളിക്കും. എക്സാം ഡേറ്റ് എല്ലാം കൊടുത്തു കഴിയുമ്പോൾ പറയും, ഹിന്ദിയിൽ എക്സാം ആകുമ്പോൾ പറയും, മിസ്സേ എന്റെ മോന് 13ാമത്തെ പാടില്ല, 12ാമത്തെ പാടില്ല, 9ാമത്തെ പാടില്ല പറയും. അപ്പൊ ഇപ്പൊ തന്നെ എല്ലാവരും ശ്രദ്ധിച്ചു വെക്കണം. ഇല്ലാത്തവരെ എന്നെ വിളിച്ച് പറയണം ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ. ഇനി 4ാമത്തത് ഏറ്റവും ലാസ്റ്റ് സെന്റൻസ്. ബുഡിയ സോർ സോർ സേ രോനെ ലഗി. ആ വൃദ്ധ പൊട്ടി കരയാൻ തുടങ്ങി, ശക്തിയായി കരയാൻ തുടങ്ങി. ബുഡിയ സോർ സോർ സേ രോനെ ലഗി എന്നുള്ളതിന് 4 നമ്പർ കൊടുക്കും. പറഞ്ഞോളൂ. ഇത് വാട്സാപ്പിൽ ഇടുവോ? ആ, ഞാൻ നമ്പർ എഴുതിയിട്ടാ ഉള്ളത്. ഇനി മിസ് നമ്പർ സൈഡിൽ എഴുതിയത് കണ്ടിട്ട് നിങ്ങൾ അതേപോലെ നമ്പർ എഴുതി എനിക്ക് അയച്ചരല്ല വേണ്ടത്. ഞാൻ നമ്പർ ഇട്ട പോലെ നിങ്ങൾ 1, 2, 3 അങ്ങനെ ക്രമത്തിൽ താഴെ സെന്റൻസ് ആക്കി എഴുതണം. എല്ലാവരും ഇപ്പൊ അങ്ങനെയാണ് ചെയ്യുന്നത്, പുതിയ തരം രീതിയാണ്. മിസ് ക്വസ്റ്റിന്റെ സൈഡിൽ ആൻസർ എഴുതുമ്പോ നിങ്ങളും അതേപോലെ ടെക്സ്റ്റില് ക്വസ്റ്റിന്റെ സൈഡിൽ ആൻസർ എഴുതി ഇങ്ങോട്ട് അയച്ചിരുന്നു. എന്താ അതിന്റെ ആവശ്യം? ക്വസ്റ്റ്യൻ ആൻസർ നോട്ടില്, വേർഡ് മീനിങ് നോട്ടില്, ബാക്കിയുള്ളവ ഞാൻ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ തന്നെ എഴുതി അയച്ചിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് എഴുതാനുള്ള നിങ്ങൾ എഴുതന്നെ വേണം. ഇത് നമ്പർ ഇട്ടിട്ട് മിസ് അയച്ചു തരും, പക്ഷെ നിങ്ങൾ അത് ഓർഡർ ആക്കി താഴെ എഴുതി അയച്ചു തരണം. ഇനി 5ാമത്തത് 4ാമത്തെ സെന്റൻസ്. മഹാരാജിനെ രാജമന്ത്രി സേ വൃദ്ധ കോ ധൻ ദേനെ കെ ലിയെ കഹാ. മഹാരാജാവ് തന്റെ മന്ത്രിയോട് വൃദ്ധയ്ക്ക് പണം നൽകാൻ, സമ്പത്ത് നൽകാൻ പറഞ്ഞു. 4ാമതാണ്. 4ാമത്തെ സെന്റൻസിന് 5 നമ്പർ ഇടുക. മഹാരാജിനെ രാജമന്ത്രി സേ വൃദ്ധ കോ ധൻ ദേനെ കെ ലിയെ കഹാ. നെക്സ്റ്റ് ലാസ്റ്റ് ഫസ്റ്റ് ലൈൻ ഏതാണ്? ലോക് മഹാരാജ് കി ജയ് ജയ്കാർ കർനെ ലഗേ. ലോക് മഹാരാജ് കി ജയ് ജയകാർ കർനെ ലഗേ. എഴുതി എല്ലാവരും. 6ാമത്തത് ഫസ്റ്റ് ലൈൻ, ഫസ്റ്റ് സെന്റൻസ് ആണ് 6ാമത്തെ നമ്പർ താഴെ. അപ്പൊ 6 ലൈൻസ് 6 ലൈൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ആ ഓരോ ലൈനിലും 1, 2 ആദ്യം മുതൽ ഒന്നുകൂടെ പറയാമോ? ഒന്നുകൂടി പറയാൻ ശ്രദ്ധിച്ചോളൂ. 3ാമത്തെ സെന്റൻസ് ആണ് 1. 3ാമത്തെ സെന്റൻസ് 1, 2ാമത്തെ സെന്റൻസ് 2 തന്നെ, 5ാമത്തെ സെന്റൻസ് 3, 6ാമത്തെ സെന്റൻസ് 4, 4ാമത്തെ സെന്റൻസ് 5, 1ാമത്തെ സെന്റൻസ് 6. അപ്പൊ 6 സെന്റൻസ് എഴുതിയതാണെങ്കിൽ പ്രശ്നമില്ല. ആ, നിങ്ങൾ അത് താഴെ ആ ലൈനിൽ എഴുതിട്ട് തന്നെ മിസ്സിന് അയച്ചു തരിക. എനിക്ക് വൈകുന്നേരം അയക്കാൻ പറ്റൂ? ആ, അയച്ചാ മതി. ഇന്ന് തന്നെ അയച്ചാ മതി. എപ്പോഴായാലും അയക്കാൻ മറന്നു പോയേക്കരുത്.
വേർഡ് മീനിങ്ങും ക്വസ്റ്റ്യൻ ആൻസറും നോട്ടിലും ബാക്കിയുള്ളവ ടെക്സ്റ്റിലും ആണ് എഴുതി അയക്കേണ്ടത്. കോപ്പി അതിന്റെ കൂടെ എഴുതി അയക്കാൻ മറക്കരുത്. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇനി ശനിയാഴ്ചയാണ് ക്ലാസ് എങ്കിൽ വെള്ളിയാഴ്ച രാത്രി 8 മണിക്ക് ശേഷം നോട്ട് അയച്ചിരുന്ന ആ ശീലം ഒഴിവാക്കുക. വെള്ളിയാഴ്ച രാത്രി 8 മണിക്ക് ശേഷം അല്ലെങ്കിൽ ശനിയാഴ്ച ക്ലാസ് തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ഉള്ള സമയത്ത് ആ മണിക്കൂറിൽ മാത്രം നോട്ട് എഴുതി അയച്ചിരുന്ന ശീലം ഒഴിവാക്കുക. മിസ് ഇന്നാ പറഞ്ഞെങ്കിൽ ഇന്ന് തന്നെ അയക്കാം, ഇന്നല്ലെങ്കിൽ നാളെ. മിസ് പറഞ്ഞോളൂ. ഈ പാഠത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയിട്ട് ഞാൻ മിസ്സിന് അയച്ചായിരുന്നു. അതെ, ഞാൻ അയച്ചു തന്നവരെ കാര്യമല്ല പറഞ്ഞ, അയക്കാത്തവര് ഇനിയുണ്ട്. അയച്ചു തന്നവര് ഓക്കെ, ബാക്കി അയച്ചു തരാത്തവരുണ്ട്, നോട്ടിൽ എഴുതാത്തവരുണ്ട്. അപ്പൊ എല്ലാവരും, കുറച്ചു പേര് മാത്രം സ്ഥിരമായിട്ട് എഴുതിയേക്കുന്ന ദേവാഞ്ജന, ഷെഫി, അതുപോലെ കുറച്ച് പേര് എബിൻ ബിജു, അതുപോലെ ശ്രീദേവ്, സൂര്യദേവ്, അങ്ങനെയുള്ളവർ മാത്രം, ക്രിസ്റ്റി സിൻഡോ, അതുല്, ഇങ്ങനെയുള്ള കുറച്ചു പേര് മാത്രം സ്ഥിരമായിട്ട് എഴുതി അയക്കുന്നവരും, ബാക്കി കുറെ പേര് ദേവപ്രിയും എഴുതി അയക്കാറുണ്ട്. ബാക്കി സെറ അങ്ങനെയുള്ള കുറച്ച് ടീം തീരെ എഴുതി അയക്കാത്തവരുമായിട്ട് മാറുന്നുണ്ട്. അപ്പൊ അൽന എഴുതി അയച്ചിട്ടുണ്ട്. കൃപ കുറെ നാളെ നോട്ട് എഴുതാത്ത മോളെ, കൃപ മേരി എബ്രഹാം, കൃപ മേരി. നോട്ടിൽ എത്ര ലെസൺ വരെ ഉണ്ട് നോക്കിയേ കൃപ. ഹിന്ദി നോട്ടിലെ മോളെ ഹിന്ദി നോട്ടിൽ എത്ര ലെസൺ വരെ എഴുതിണ്ടോന്ന് നോക്കി മിസ്സിനൊന്ന് പറഞ്ഞേ ഇപ്പോ. എവിടെ? 12ാം പാഠം വരെ എഴുതി, ഇനി 13ാം പാഠം എഴുതാണല്ലോ. 12 വരെ എഴുതിണ്ട്. 12 വരെ മിസ്സിന് അയച്ചു തന്നോ? ഓർമ്മയില്ല? നോക്കണേ, ഒന്നേ അയച്ചു തന്നിട്ടുണ്ടോ നോക്കണേ, ഇല്ലെങ്കിൽ അയച്ചു തരണേ. ഇപ്പൊ 13ാമത്തെ ലെസൺ എന്നാ എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ എഴുതി അയക്കണേ. യെസ്. പിന്നെ ആരാണ്? അതുൽ എഴുതി അയച്ചില്ലേ? അതുലല്ലേ അത്? ആഷിൻ. ആഷിനെ ഇടി മഴയെല്ലാം ഇങ്ങനെ ആസ്വദിക്കാൻ തോന്നുന്നു. സൂര്യദേവ എഴുതി അയച്ചില്ലേ? സൂര്യദേവേ ഏത്? 10ാം പാഠം വരെ. 10ാം പാഠം വരെ. ബാക്കി എന്ത്? 11ഉം 12നെല്ലാം എന്ത് സമയം കഴിഞ്ഞ വർഷം പഠിപ്പിച്ചോണ്ടാ? എന്താ 11ഉം 12ഉം പിന്നെ എഴുതി അയക്കാത്തെ? 4ാം ക്ലാസ്സിലൊരു പകുതി പേര് മടിയന്മാരാണ്. അവര് വീട്ടിലുള്ള ബാക്കിയുള്ളവരെ കൊണ്ടാണ് എഴുതിക്കുന്നത്. എനിക്ക് കൃത്യമായി ആ നോട്ട് കണ്ടാൽ മനസ്സിലാവും. നിങ്ങൾ എഴുതി തെറ്റ് എഴുതി അയക്കുന്നതും നിങ്ങളെ ഒന്നിച്ചുള്ളവര് മുതിർന്നവര് നിങ്ങൾക്ക് നോട്ട് എഴുതുമ്പോൾ തെറ്റാതെ എഴുതി തരുന്നതൊക്കെ ഞാൻ മിസ് ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ ബാക്കിയുള്ള ലെസൺ എത്രാം തീയതി ലാസ്റ്റ് എഴുതി അയച്ചുതരും? സൂര്യദേവേ 11, 12, 13 എപ്പോഴത്തേക്കാവും? ഞായറാഴ്ച. അതിന് മുന്നേ വീണ്ടും ക്ലാസ് വരില്ലേ ശനിയാഴ്ച? ഞായറാഴ്ചന്റെ ഉള്ളിലൊന്നുമില്ല. ഇന്ന് ബുധനാഴ്ച, ഇന്ന് കുറച്ച് സമയം എഴുതുക. വ്യാഴം, വെള്ളിയാഴ്ച 5 മണിക്കുള്ളിൽ 3 പാഠം കംപ്ലീറ്റ് ആക്കണം. ശനിയാഴ്ച എനിക്ക് വീണ്ടും ക്ലാസ് ഉണ്ട്. ഓക്കെ, മറന്നുപോലെ ഞാൻ നിന്നെ വിളിക്കും. എഴുതിട്ട് മിസ്സിന് അയച്ചുതരാൻ മറന്നുപോയെങ്കിൽ മിസ് നിന്നെ വിളിക്കും. സൂര്യദേവേ എന്താ നോട്ട് അയക്കാത്തന്ന് കേട്ടല്ലോ? ഒരു പാഠം അവിടെ എഴുതാതെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് എപ്പോഴും നിങ്ങൾക്ക് എഴുതാൻ അയക്കാൻ ഓർമ്മയുണ്ടാവില്ല. ആൻഡ്രോസ് അയച്ചില്ലേ മോളെ? ആൻഡ്രോസ്
ശ്രീദേവോ കംപ്ലീറ്റ് ആയോ മോനെ? കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ കംപ്ലീറ്റ് ആയിരിക്കും. ഞാൻ സ്റ്റാർ സ്റ്റുഡന്റിൽ എന്ത് കൊടുക്കുവേ? ഈ ആഴ്ചത്തെ സ്റ്റാർ സ്റ്റുഡന്റ് ആർക്കാ കിട്ടും നോക്കട്ടെ. നോട്ട് കംപ്ലീറ്റ് ആക്കിയവർക്ക് മാത്രം ബെസ്റ്റ് സ്റ്റുഡന്റ് എന്നുള്ളത് ഇത് കൊടുക്കും, അല്ലെങ്കിൽ 5 സ്റ്റാർ കൊടുക്കും. ഷമ്മിലെ എത്ര പാഠം നോട്ടിലുണ്ട്? 12. നീ 12ാമത്തെ പാഠം വരെ മിസ്സിന് അയച്ചു തന്നു. ഇതുവരെ അയച്ചു തന്നില്ലല്ലോ. 12 പൂർത്തിയാക്കി. 12 പൂർത്തിയാക്കി. പക്ഷെ മിസ്സിന് ഇതുവരെ നോട്ട് കിട്ടില്ല. നിങ്ങൾ പൂർത്തിയാക്കിയതുകൊണ്ട് കാര്യമുണ്ടോ? എന്താണ് തെറ്റുണ്ടോ ശരിയുണ്ടോ എന്ന് മിസ്സിന് അറിയണ്ടേ? നീ ഒരു 11ാമത്തെ പാഠം മുതൽ ഇങ്ങോട്ട് മിസ്സിന് അയച്ചു തരണേ. 11 12 വരെ എത്തിയിട്ടുണ്ടെങ്കിൽ 11 12 ഇന്ന് അയച്ചു തരുക ഫുള്ള്. 13ാമത്തെ പാഠം അടുത്ത ക്ലാസ് ആവുന്നതിന് തൊട്ട് മുന്നേ അയച്ചു തരിക. അത് ഞാൻ പറഞ്ഞു, വെള്ളിയാഴ്ച രാത്രി ആവാൻ നിൽക്കരുത്. വെള്ളിയാഴ്ച 5 മണിക്ക് മുന്നേ തന്നെ എല്ലാവരുടെ നോട്ടും കംപ്ലീറ്റ് ആയിട്ട് അയച്ചു തരണം. 5 മണിക്ക് ശേഷം അയക്കുന്നവരെ നോട്ട് ഞാൻ ചെക്ക് ചെയ്യൂല. കേൾക്കുന്നുണ്ടോ? ഞാൻ 13 മിസ്. ആ, ദേവാഞ്ജന എഴുതിയിട്ടുണ്ട്. ദേവപ്രിയോ, സെറ എവിടെ? സെറ പിന്നെ എബിൻ കൊറേ ഇത് അയച്ചിട്ടുണ്ടല്ലോ മോനെ. കോപ്പിയെല്ലാം കൊറേ അയച്ചിട്ടുണ്ട്. നോട്ട് എത്രയായത് മോനെ? ഏത് ലെസൺ വരെ ആയി? എബിൻ 13. ഈ 13ാമത്തെ ലെസൺ ഇനി ഏതായാലും ബാക്കി അയച്ചിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ആൻഡ്രോസ് പ്രിൻസ് ചോദിച്ചോ എത്ര പാഠം വരെ എഴുതിയിട്ടുണ്ട് മോളെ നോട്ടില്? 13. ഓക്കെ. ആഷൻ എന്താ? ആഷൻ പറയൂ. കേൾക്കുന്നില്ല. എത്ര ലെസൺ വരെ നോട്ടിൽ എഴുതിയിട്ടുണ്ട്? എത്ര ലെസൺ എഴുതിയിട്ടുണ്ട് ആഷിൻ? എന്താണ്? ഇത്ര നീ പറഞ്ഞ നോട്ടിൽ എഴുതി ടെക്സ്റ്റിൽ എഴുതി. എന്താടാ ഇങ്ങനെ 2021 ബോധമില്ലാതെ പോയോ? എത്ര ലെസൺ വരെ എഴുതിയിട്ടുണ്ട്? അതെ, അതാ ഞാൻ ചോദിച്ചത്. അവന്റെ നോട്ട് എഴുതി അയക്കുന്നേ കാണുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എല്ലാം നോട്ടിലേക്ക് ഒന്ന് മാറ്റി എഴുതിച്ചു എനക്ക് അയച്ചുതരാൻ പറയണേ. ടെക്സ്റ്റിൽ എഴുതിയാ പോരാ, വേർഡ് മീനിങ് എല്ലാം നോട്ടിലേക്ക് എഴുതിട്ട് മടിയാ എനിക്ക് അയച്ചു തരണം. ഒന്നും ക്ലിയർ ഇല്ല മിസ്. ഞാൻ പിന്നെ നിന്നെ വിളിച്ചോളാം, ഫോണിൽ വിളിച്ചോളാം. കേൾക്കുന്നുണ്ടോ? ഒന്നും മനസ്സിലാവില്ല. സെറ എന്താ അവസ്ഥ? സെറേണ്ടത് സെറ പിന്നെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോ കരയാൻ നിൽക്കും. സെറ കേൾക്കുന്നുണ്ടോ? സെറക്ക് വല്ല നോട്ടും എഴുതാറുണ്ടോ? യെസ്. എവിടെ എന്നിട്ട് എന്തേ പിന്നെ മിസ്സിനെ അയച്ചിരാത്തെ? രണ്ടായിരത്തി 2021 എന്റെ ചീത്ത വാങ്ങാതെ നിൽക്കുന്നു ഞാൻ വിചാരിച്ചു. പക്ഷെ നിങ്ങളെല്ലാം പിറകോട്ടാണ്. സെറ എത്ര ലെസൺ വരെ എഴുതിയിട്ടുണ്ട് നോട്ടില്? നോട്ട് എടുത്തേ, നോട്ട് എടുത്ത് വെക്കേ. എത്ര ലെസൺ വരെ എഴുതിയിട്ടുണ്ട്? ഒന്നും നോട്ട് അതല്ല. എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ മുന്നേ കിട്ടുമ്പോ കരയാൻ അറിയാം അല്ലേ? വല്ലതും എഴുതാറുണ്ടോ?